ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ നമ്മളൊരു 3 കോയിനെ അടവെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ അടവെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു കോഴിക്ക് മാത്രം അടവെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കോഴിമുട്ട കുറച്ച് കുറവുള്ളത് കാരണം അപ്പം എന്തായാലും ഇന്ന് ഞാൻ നമ്മൾ സ്കൂളൊക്കെ പൂട്ടിയാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കോഴികളൊക്കെ കൂടിൻ്റെ മോൾ ഭാഗത്താട്ടോ അടി ഇരിക്കുന്നത് തന്നെ. അപ്പം ഞാൻ എന്താക്കുന്നതിന് ഇവർക്ക് അടവെച്ച് കിടക്കാൻ വേണ്ടി മാത്രം ഇന്ന് ചെറിയൊരു കൂട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്നല്ലേ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരാളതാക്കുന്ന അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിയിൽ വിതറിയത് ചകിരിച്ചോറും കുറച്ച് മണ്ണും കൂടി മിക്സ് ആക്കിയിട്ടാട്ടോ. പിന്നെ കോഴിമുട്ടയൊക്കെ ഇതാക്കുന്ന അതേപോലെ മാർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കൂടുണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്, പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടോ. പിന്നെ ഒക്കെ കൂടൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കൂടിൻ്റെ മോൾ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷം കേട്ടോ വിചാരിച്ച ചെറിയൊരു വീഡിയോ എടുക്കാമായിരുന്നു എന്നുള്ളത്. അപ്പം എന്തായാലും ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രമാട്ടോ നമ്മളിത് അതേപോലെ ചെറിയൊരു കൂട് എന്നൊന്നും പറയണ്ട, ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തത്. വെച്ചാൽ നമ്മൾ രാത്രി ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും വന്ന് കോഴികളൊക്കെ കൂടിന് മോൾ ഭാഗത്ത് തന്നെ വലിയ സേഫ്റ്റി ഒന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ടാട്ടോ. അപ്പം എന്തായാലും ഇത് വലിയൊരു പെട്ടിയാണ്. ഇത് ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു പെട്ടിയും അതൊക്കെ കാണിച്ചു തരാം, എങ്ങനെ അവിടെ വെച്ചെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു പെട്ടീൻ്റെ ഉള്ളിൽ തന്നെയാട്ടോ. ഇതൊരു കാർബോണിൻ്റെ അല്ല, ഒരു മരത്തിൻ്റെ ഒരു പലകയാട്ടോ. അപ്പോൾ ഇത് എനിക്കൊരു ഷോപ്പിൽ നിന്ന് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് കോഴികൾക്ക് കിടക്കാൻ വേണ്ടി എണീച്ചിങ്ങനെ നിൽക്കുന്ന ഒരു ഹൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ 3 കോഴികളെ നമ്മൾ ഇതാക്കുന്നതിൻ്റെ ഉള്ളിലാട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, ഇത് തന്നെയാട്ടോ ഈ ഒരു സംഭവം. നമ്മൾ എക്സ്ട്രാ മര കഷ്ണം വെച്ച് അടിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ മോൾ ഭാഗത്തേക്ക് കുറച്ച് ഇതേപോലെ നെറ്റ് അടിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തത്. നമ്മൾ സാധാരണ നമ്മുടെ കോഴിക്കൂടിൻ്റെ മോൾ ഭാഗത്ത് അറിയാലോ, എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുത്താൽ അതിലാണ് അവർ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ എന്താ പറയുക, നമുക്കൊരു സമാധാനമാണ്, എവിടെയും പോയാലും എന്നും പിടിക്കില്ലല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. അതുകൊണ്ട് മാത്രം കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന് പിന്നെ കോഴികളൊക്കെ വീട്ടിലാക്കിയതിന് ശേഷം കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി അയക്കുന്ന ഇറങ്ങുമ്പോൾ. അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനെ ചെറിയൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും എന്നും ഡെയിലി വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും. ഞാൻ പറഞ്ഞില്ല, ഒന്നാമത് സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പം എന്തായാലും വൈകുന്നേരം തീറ്റയൊക്കെ കൊടുത്ത് കോഴിനെ കൂട്ടിലാക്കാനുള്ളൊരു പുറപ്പാടാട്ടോ. അപ്പം എന്തായാലും ഇനി രാവിലെ വേണം ഇവരെ തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വലിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് വരാനും പറ്റില്ല. വലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉടുമ്പൊക്കെ കയറിയാലോന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളെ ഒരു 3 അട വെച്ച കോഴികളെ നമ്മൾ 3 ആളെ ഒരു ഇതിലേക്ക് തന്നെയാട്ടോ മാറ്റിയത്. അപ്പം അതൊന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം കേട്ടോ. പിന്നെ നമ്മളെ ബ്രഹ്മക്കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഒന്ന് ഉഷാറായി വരുന്നുണ്ട്. പിന്നെ ഇവരെ പുറത്തേക്ക് അയച്ചു വിടുന്നതുകൊണ്ട് തന്നെ, പിന്നെ അതുമല്ല നമ്മളെ വലിയ കോഴികളും ആ ഒരു വലിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് തീറ്റയൊന്നും അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ മനുഷ്യരുടെ കൂട്ടിലേക്ക് പിടിച്ചിട്ട് തീറ്റയൊക്കെ കൊടുത്തിരിക്കുക കേട്ടോ. പിന്നെ ഇവർ സ്ഥലം മാറിയതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇവർ കാണിക്കുന്നുണ്ട്. നല്ലോണം കിടക്കുന്നൊന്നുമില്ല, തമ്മിൽ കൊത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും 2 ദിവസമൊക്കെ ആകുമ്പോഴേക്കൊന്ന് സെറ്റാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ കറക്റ്റ് ആ ഒരു സ്ഥലത്തു നിന്ന് മാറ്റിയത് കൊണ്ടാണ് അവരൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കുക, ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കിടന്നാലൊരു കുഴപ്പമില്ല, നല്ലോണം കിടക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മളെ മുട്ടയ്ക്കൊക്കെ എന്താ പറയുക, നല്ലോണം കിടക്കാണ്ടിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു കോഴിമുട്ടയിൽ ചൂട് കിട്ടലൊക്കെ കുറയല്ലോ. അപ്പം എന്തായാലും ഇതാക്കുന്നത് ഇപ്പോൾ ഈ ഒരു അവസ്ഥയാട്ടോ നമ്മുടെ കോഴികൾ ഇങ്ങനെ കാണിക്കുന്നത്. അവരിങ്ങനെ സ്ഥലം മാറിയത് കൊണ്ട് ആ ഒരു ഇതിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മളെ കൂടിൻ്റെ മോൾ ഭാഗത്ത് തന്നെയാട്ടോ ഈ ഒരു കൂട് വെച്ചതും. അപ്പം എന്തായാലും ഇതിൻ്റെ ഇത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. അവർ കിടക്കില്ലെന്ന് അറിയില്ല. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ.